ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കിട്ടിയിട്ടുള്ളൊരു ഫോണിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ വല്ലാത്തൊരു പിരാന്തം കംപ്ലയിൻ്റാണ് കിട്ടിയിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കായിട്ട് ബട്ടൺ വർക്ക് ചെയ്യുന്നത്, ചില സമയത്ത് ബട്ടണേ വർക്ക് ചെയ്യുന്നില്ല, ചില സമയത്ത് ആഷ് ബട്ടൺ നെങ്ങി പോകുന്നത് എന്നാണ് പറയുന്നത്. കസ്റ്റമർ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ പറഞ്ഞതുപോലെ തന്നെ ചില ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല, അതേപോലെ ഈ ആഷിൻ്റെ ബട്ടൺ ട്രെയിനിൻ്റെ ബോഗി അട്ടി വെക്കുന്ന പോലെ ഇതേപോലെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അവസ്ഥ എന്നറിയില്ല. എന്തായാലും ഇതേപോലെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും ഷോർട്ടോ കാര്യങ്ങളോ ആയാലേ വരുള്ളൂ. ഷോർട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണോ എന്ന് അറിയാനും വേണ്ടി നമുക്ക് ഫോൺ അയക്കണം. അയച്ച് കഴിഞ്ഞാണ്ട് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഭാഗത്ത് വെള്ളം കയറി അങ്ങനെയുള്ള ഒരു സംഭവങ്ങളോ യാതൊരു പ്രശ്നങ്ങളോ കണ്ടില്ല. സാധാരണ ഇങ്ങനെ ഒരു പ്രശ്നം വരാറുള്ള കീബോർഡിൻ്റെ ഉള്ളിൽ വെള്ളം കയറി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഷോർട്ട് അല്ലെങ്കിൽ ബട്ടൺ വർക്ക് ചെയ്യാതിരിക്കുക എന്നൊക്കെ വരാറുള്ളൂ. പിന്നെ അപൂർവമായിട്ട് ബോർഡിൻ്റെ വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ട് വരാറുള്ളൂ. അതിന് ഇതിൻ്റെ മദർ ബോർഡിൻ്റെ കംപ്ലയിൻ്റ് ആണോ അല്ലെങ്കിൽ ഇതിൻ്റെ കീപാഡിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം നമ്മൾ കീപാഡൊക്കെ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ബബിൾ പാഡ് ഇട്ടുകൊണ്ട് പഴയ പോലെ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചു അതേപോലെ നമ്പറൊക്കെ അടിച്ചു കൊടുത്തു. എല്ലാ ബട്ടണും വർക്ക് ചെയ്യുന്നുണ്ട്, പക്കായിട്ട് അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് യാതൊരു പ്രശ്നമില്ല, അപ്പോൾ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ പറഞ്ഞ വീണ്ടും പ്രശ്നം ആരംഭിച്ചു. ഇതിൻ്റെ ആഷ് ബട്ടൺ ഓട്ടോമാറ്റിക്കായിട്ട് നീങ്ങി പോകുന്നു, ചില ബട്ടൺ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഐസി നമുക്ക് ചെയ്ത് നോക്കണം. ഈ ഐസി ചെയ്യണമെങ്കിൽ തന്നെ ഇതിൻ്റെ മേലത്തെ ഈ ഒരു ഷീൽഡ് കണ്ട ഐസിൻ്റെ മേലെ വരുന്ന ഒരു ഷീൽഡാണ്. ഇതിൻ്റെ മേലെ വരുന്ന ഈ ഷീൽഡ് മത്തിനാണ് ഇതിൻ്റെ മെമ്മറി കാർഡ്, ഇതിൻ്റെ സിം എല്ലാ കണക്ഷനും വരുന്നത്. ഇത് അത്രയും സൂക്ഷ്മതയോടെ നമ്മൾ ചെയ്യണം. കഷ്ടകാലത്തിന് അതിൻ്റെ മേലുള്ള ആ ഷീൽഡ് ഉരുകി പോവുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ആ ഷീൽഡ് കിട്ടാനുമില്ല, വേറെ ഇതേപോലെ ഒരു ഫോണുമില്ല. രണ്ടും കൽപ്പിച്ചത് അവക്കലത്ത് വില പറഞ്ഞുകൊണ്ട് നമ്മൾ അയച്ചു. യാതൊരു പ്രശ്നമില്ലാതെ തന്നെ അത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അയച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ആ ഷീൽഡ് അയച്ചെടുത്തോ. മീഡിയാടെക് പറഞ്ഞ ആ പ്രോസസ്സറാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഐസി. ആ ഐസി നമ്മൾ എന്ത് ചെയ്തു, ഇതേപോലെ ഊരി എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റീബോൾ ചെയ്തിട്ട് അതേപോലെ ഫിക്സ് ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, റീബോൾ ചെയ്തു. ഫിക്സ് ചെയ്യുന്ന മുന്നേ നമ്മളെ കണക്ഷൻസ് ഒക്കെ ഓക്കെ ആണെന്നുള്ളത് നോക്കി. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ CPU നല്ല രീതിയിൽ ഫിക്സ് ചെയ്യുക. അതിൻ്റെ മുന്നേ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഫിക്സ് ചെയ്തു. അങ്ങനെ ഫിക്സ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ കണക്ഷൻസ് ബട്ടണിലേക്കുള്ള കണക്ഷൻസ് വോൾട്ടേജ് ഒക്കെ ഓക്കെ ആണ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ സിം ട്രേ അതേപോലെ ഫിറ്റ് ചെയ്ത് യാതൊരു പ്രശ്നവുമില്ല. സിമ്മിൻ്റെ കണക്ഷനും മെമ്മറിൻ്റെ കണക്ഷനും എല്ലാം ഓക്കെ ആക്കിക്കൊണ്ട് ഇനി A to Z എല്ലാ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം. എല്ലാ ബട്ടണും ഓക്കെ ആണോ, ഇതിൻ്റെ ആഷാണ് മെയിനായിട്ട് വില്ലനായിട്ടുണ്ടായിരുന്നത്. ആഷ് എങ്ങനെയാണ് ഓക്കെ തന്നെയാണോ, കഴിഞ്ഞാൽ അതിമൊന്ന് പോകുന്നില്ല, അതേപോലെ തുടരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അങ്ങനെ ഫോൺ നമ്മൾ പാക്ക് ചെയ്ത ശേഷം വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ A to Z കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിൻ്റെ എല്ലാ ബട്ടണും ഓക്കെ ആണോ എന്നുള്ളത് നോക്കണം. സിം ഇട്ടുകൊണ്ട് ഞാൻ നോക്കി, അത് ഓക്കെയാണ്. ഇത് സൗണ്ട് മൈക്ക് എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ CPU വർക്ക് വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.